നമസ്കാരം. ഇന്ന് നമ്മുടെ പത്തനംതിട്ട അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാ അമ്മച്ചി ഇന്ന്? നമുക്കൊരു ചിക്കൻ ചുക്ക. അപ്പം നമുക്കത് അടിപൊളിയായിട്ട് ചിക്കൻ ചുക്ക കുറച്ച് കഴിയുമ്പോൾ കഴിക്കാം അല്ലേ? വലിയ പ്രയാസമില്ലാതെ എളുപ്പം ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് ചിക്കൻ ചുക്ക എന്ന് പറയുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ ഒരു സ്പെഷ്യൽ വിഭവമാണ്. അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് അമ്മച്ചി പറഞ്ഞു തരും. എന്നാൽ തുടങ്ങിയാലോ? നമുക്ക് ചിക്കൻ ചുക്കായ്ക്ക് ആവശ്യമായിട്ട് ആദ്യം ഒരു മസാല കൂട്ട് റെഡിയാക്കാം. എരിയുള്ള മുളക് പൊടി 1 സ്പൂണ്, 1.5 സ്പൂണ് ഇത് കാശ്മീർ ചില്ലി, 1 സ്പൂൺ ചിക്കൻ മസാല, ഒരു 1/2 സ്പൂണ് ഗരം മസാല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 5 സവോള നന്നായി വഴറ്റിയതുണ്ട്, അതും ഇട്ട് മിക്സ് ചെയ്യുകയാണ്. പാകത്തിന് ഉപ്പിടണം. രണ്ട് സ്പൂൺ ഉപ്പ്. ഇതിലേക്ക് ചിക്കൻ ഇടുക. എല്ലാം കൂടി മസാല പുരട്ടി വെക്കുക. പിന്നെ മസാലക്കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുകയാണ്. കടുകൊന്ന് പൊട്ടിയിട്ട് കടുക് പൊട്ടി തുടങ്ങി. ഇനി അല്പം പെരിഞ്ചീരകം ഇടാം. പച്ചമുളക് ഇടാം. 6 പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്യുക. പച്ചമുളകിൻ്റെ പച്ചനിറം ഒന്ന് മാറി തുടങ്ങി. ഇനി 2 സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്, അതിടുക. ഇനി ഇതിലേക്ക് 2 ടൊമാറ്റോ അരിഞ്ഞുണ്ടായിരുന്നു, അത് കൂടി ഇട്ട് വഴറ്റാം. അങ്ങനെ നമ്മുടെ തക്കാളി, സവോള, പച്ചമുളക് വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ഇടാൻ പോവാണ്. ചിക്കനിലെ മസാലകളെല്ലാം പുരട്ടി ഈ മിക്സിനകത്തിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക. 10 മിനിറ്റ് അടച്ചു വെക്കണം. അപ്പോഴേ ശരിക്കും എണ്ണ തെളിയും. ആ സമയം നമുക്ക് പാകത്തിന് വെന്ത് എടുക്കാം. ഇനി അങ്ങനെ 10 മിനിറ്റ് ഇത് വേകട്ട്. അപ്പോൾ ഒന്ന് ചെറിയ തീയിൽ സിമ്മിലിട്ട് വെച്ചു, അടച്ചു വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ ചുക്ക എന്തായാലും ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്നുകൂടി വെച്ചു. ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. എന്നാലേ നമുക്ക് നമ്മുടെ ചിക്കൻ ചുക്ക എന്തായെന്നൊന്ന് നോക്കാം. ഒന്ന് തുറന്ന് നോക്കാം. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്, ഗ്രേവിയുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, മല്ലിയില കട്ട് ചെയ്തുകൂടി ഇടും. അമ്മച്ചി പാചകം ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും. അത്ര മനോഹരമായിട്ടാണ് അമ്മച്ചിയുടെ പാചകം.
നല്ല സ്വാദിഷ്ടമായ നല്ല ചിക്കൻ ചുക്ക കഴിച്ചു നോക്കാം. ഗംഭീരം. ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. നമ്മൾ ശരിക്കും റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് മേടിച്ച് കഴിക്കുന്ന അതേ ചിക്കൻ ചുക്കയുടെ ടേസ്റ്റ് നല്ല വീടുകളിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതൊരു അതിശയമാണ്. അമ്മച്ചിയുടെ അതെ എല്ലാവരും. പിന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പൊടിവർഗ്ഗങ്ങളെല്ലാം സംസാരം ടിവിയുടെ നാച്ചുറൽ ടു ഹോം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതിനകത്തുനിന്നൂടെ നിങ്ങൾക്കും ആവശ്യമായ പൊടിവർഗ്ഗങ്ങൾ, ബേക്കറി ഐറ്റംസ് തുടങ്ങി നാച്ചുറലായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് അതിനകത്ത് മേടിക്കാൻ കഴിയും. അപ്പം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നാച്ചുറൽ ടു ഹോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും കയറി നോക്കി ആ സൈറ്റ് ഒന്ന് സന്ദർശിച്ചിട്ട് ആവശ്യമായ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്യുക. അപ്പം സ്വാദിഷ്ടമായ വളരെ നാച്ചുറലായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അല്ലേ മച്ചി? അതെ. അപ്പം എന്തായാലും നല്ല അടിപൊളി ഒരു ചിക്കൻ ചുക്ക കഴിക്കാൻ പറ്റി. അപ്പം ഈ പൗഡറിൻ്റെ മസാലയുടെ ഗുണം കൂടാണ്. എല്ലാവരും ഇത് വാങ്ങി. മസാലയുടെ ഗുണം മാത്രമല്ല, അമ്മച്ചിയുടെ കൈപ്പുണ്യം ഉണ്ട് അതിനകത്ത്. ഇതെല്ലാം കൂടെ ഒത്തു വരുമ്പം ആണ് ഇതിൻ്റെ ടേസ്റ്റ് ഗംഭീരാകുന്നത്. അപ്പം ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കുക. എന്നിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ? അപ്പം എല്ലാവർക്കും ബൈ.